നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ആരെയും ഞെട്ടിച്ച് 4 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടതുപക്ഷ കുത്തക തകർത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ച ബി.ജെ.പി. കൗൺസിലർമാർക്ക് ഡൽഹിയിൽ നിന്ന് ഒരു VIP കോൾ, അതും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട്. സിനിമാ കഥയെ വെല്ലുന്ന ഈ ട്വിസ്റ്റുകൾക്ക് സാക്ഷിയാവുകയാണ് തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ക്ഷണിച്ച വിരുന്നിന്റെ ആവേശത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയശ്രീലാളിതരായ ബി.ജെ.പി. സംഘം. മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. ടീമിനെ ഫെബ്രുവരി 13-ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അത്താഴ വിരുന്നിന് ക്ഷണിച്ചിരിക്കുകയാണ് മോദി. ഇത് വെറുമൊരു കൂടിക്കാഴ്ചയല്ല, തികച്ചും അത്യപൂർവമായ ഒരു അനുഭവമാണ്. കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ കൗൺസിലർമാർക്ക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇങ്ങനെയൊരു ക്ഷണം ലഭിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമാവാം. ഈ വിരുന്നിനിടെ തിരുവനന്തപുരം വികസന രേഖയും ഡൽഹിയിൽ പ്രഖ്യാപിക്കുമെന്നറിയുമ്പോൾ ആവേശം വാനോളമാണ്. സുവർണ വിജയം, ദേശീയാഘോഷം. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേടിയ ഈ സുവർണ വിജയം വെറും പ്രാദേശിക വിഷയമായിരുന്നില്ല. ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ ആഘോഷമാക്കി മാറ്റാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. 101 അംഗ കോർപ്പറേഷനിലെ 50 ബി.ജെ.പി. അംഗങ്ങളെയാണ് ഈ മെഗാ ഇവന്റിലേക്ക് ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 9-ന് കേരള എക്സ്പ്രസിൽ കൗൺസിലർമാർ ഡൽഹിയിലേക്ക് തിരിക്കും. ഇതൊരു സാധാരണ യാത്രയായിരിക്കില്ല, ഒരു വിജയയാത്രയായിരിക്കും. യാത്രയിലുടനീളം വിവിധ സംസ്ഥാനങ്ങളിലെ ബി.ജെ.പി. യൂണിറ്റുകൾ ഈ താരങ്ങൾക്ക് ഉജ്ജ്വല സ്വീകരണം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. എവിടെയും ആരവങ്ങൾ, എവിടെയും ഹർഷാരവങ്ങൾ. ഒരു യുഗത്തിന്റെ തുടക്കം, മോദിയുടെ വാക്കുകൾ അങ്ങനെ വൈറലാകുന്നു. തിരുവനന്തപുരത്തെ വിജയം ഒരു യുഗത്തിന്റെ തുടക്കം എന്നാണ് പ്രധാനമന്ത്രി നേരത്തെ വിശേഷിപ്പിച്ചത്. അന്നത് വാക്കുകളിൽ ഒതുക്കിയില്ല. മേയർ വി രാജേഷിനും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനും അദ്ദേഹം വ്യക്തിപരമായി അഭിനന്ദന കത്തുകളും അയച്ചിരുന്നു. ഈ ആദരവ് കൗൺസിലർമാരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡൽഹിയിലെത്തുന്ന കൗൺസിലർമാർ പ്രധാനമന്ത്രിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നതിനോടൊപ്പം ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളും സന്ദർശിക്കും. ഫെബ്രുവരി 13-ന് രാത്രി തന്നെ സംഘം കേരളത്തിലേക്ക് മടങ്ങും. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു യാത്രയായി അത് മാറും. എന്തായാലും ഒരു സ്വതന്ത്രന്റെ കൂടി പിന്തുണയോടെയാണ് ബി.ജെ.പി. തിരുവനന്തപുരത്ത് ഭരണം ഉറപ്പിച്ചത്. 4 ദശാബ്ദത്തോളം ഭരണം കൈയാളിയ ഇടതുമുന്നണിയെ 2ാം സ്ഥാനത്തേക്കും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF-നെ 3ാം സ്ഥാനത്തേക്കും പിന്തള്ളി NDA നടത്തിയ പടയോട്ടം കേരള രാഷ്ട്രീയത്തിൽ അത്രമേൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയത്. മോദി തിരുവനന്തപുരത്തെത്തിയപ്പോൾ സ്വീകരിക്കാൻ മേയർ പോകാതിരുന്നത് അന്ന് വലിയ ചർച്ചയായിരുന്നു. ചില രാഷ്ട്രീയ അട്ടിമറികളും അന്ന് നടന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അത്യപൂർവ ആദരം മോദി രാജേഷിനും കൂട്ടർക്കും ഒരുക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റായി തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പാർട്ടിയുടെ ഊർജമായി ഈ ഡൽഹി സന്ദർശനത്തെ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ടീമിന്റെ ഡൽഹി യാത്രയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി ഗതി നിർണയിക്കുന്നതിൽ ഈ യാത്രയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടാകും എന്ന് കണ്ടറിയാം. എന്തായാലും ബി.ജെ.പി. കൗൺസിലർമാർക്ക് ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല.